നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കരിയർ റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കിപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അറിവുകൾ നേടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ജോലിയിൽ ഏത് കരിയർ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യമായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തത നിങ്ങൾ നേടണം ആദ്യം എന്നാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഒരു ജോബ് ഏതായിരിക്കും, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് ജോബായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ മൂൺ കാർഡാണ്. ഇവിടെ വിദേശത്തോട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു പോയി ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാവും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഷിപ്പ്, അതായത് നേവിയിൽ വർക്ക് ചെയ്യാൻ, ജലവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന മെജോറിറ്റി ആളുകൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. വിദേശ യോഗം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. വിദേശത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പുറത്തോട്ട് പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റും. ഒരു ദൂരദേശത്തോട്ട് അകന്ന് നിന്നിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. ചിലർക്ക് ഇപ്പം ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ജോബിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിനുവേണ്ടി പണം ചെലവാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ ഫെയിലിയർ ആയിട്ട് തകർന്ന തരിപ്പണമായി ഇനി എനിക്കൊരു ജോബിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഇനി അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്നുള്ള രീതിയിൽ തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു തകർച്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് മുന്നോട്ടും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ചിലപ്പോൾ തകർന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും. അതിനേക്കാൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം, ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിലുള്ള ഒരു ജോബിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ചിലർക്ക് ഇപ്പം അവരുടെ ജോബില് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ജോബ് ഇപ്പോൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ജോബിന്റെ കാര്യത്തിൽ, കരിയറിന്റെ കാര്യത്തിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്കൊരു പ്രകാശം, ഇത് കണ്ടോ, ഈ ഒരു പ്രകാശം പോലെ നിങ്ങൾക്ക് പുറത്തോട്ട് ഒരു വെളിച്ചം വരും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ്. അതിന്റെ ഒരു സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ, ഫാമിലി എത്രമാത്രം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിലോട്ട്, അല്ലെങ്കിൽ ഒരു അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, ആ ഒരു സമൃദ്ധി, സന്തോഷം ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും അതൊക്കെ നേടിയ സന്തോഷം നിങ്ങൾ അതായത് ആ ഒരു സന്തോഷം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ.
6 of Wands എനർജിയും കാണിക്കുന്നത് സക്സസ് തന്നെയാണ്. ഈ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ജോബിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ വിദേശത്തോട്ട് എത്തി നിങ്ങൾ ആഗ്രഹിച്ച ജോബിലോട്ട് ആ ഒരു ജോബിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 of Pentacles എനർജിയാണ് ഇവിടെ. നിങ്ങൾ ചിലർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ചിലർ ഈ ഒരു എക്സാംസ് എഴുതിയിട്ടുണ്ടായിരിക്കാം, പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് ഇട്ട എഫേർട്ടിന്റെ റിസൾട്ട് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ട് വരാം. അങ്ങനെ നിങ്ങൾ എന്താണോ ഇട്ട എഫേർട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണാതെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടി എല്ലാ കാര്യങ്ങളെയും കാണുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോബിന്റെ കാര്യമായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി എടുക്കരുത്. കാരണം ഇപ്പം നിങ്ങൾക്ക് പുറത്തു പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലിയുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ ഫാമിലിയോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് നഷ്ടപ്പെടുമെന്ന് പേടിച്ച് മാറി നിൽക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഇമോഷണലി ഒരു ഡിസിഷൻ എടുക്കരുത് എന്നാണ് കാണിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടി ഡിസിഷൻ എടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സക്സസിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതായത് ഇപ്പം ഫാമിലിയെ ഉപേക്ഷിച്ച് പോകണ്ട എന്ന് കരുതിയാൽ നല്ലൊരു ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലുള്ള ഒരു ജോബിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. കാരണം നാട്ടിൽ നിന്നാൽ ചിലപ്പം ചിലർക്ക് നാട്ടില് ജോബ് ചെയ്യാനുള്ള ഒരു യോഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അതായിരിക്കില്ല അവരുടെ ഏരിയ. അപ്പൊ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ വിചാരിച്ച ഒരു പൊസിഷനിലോട്ട് എത്താനും പറ്റില്ല. പക്ഷെ വിദേശത്ത് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവര് അവിടെ വർക്ക് ചെയ്യുക, ഇമോഷണലി ചിന്തിച്ച് ലൈഫിലെ ഗ്രോത്തിനെ നിങ്ങൾ തടഞ്ഞു നിർത്തരുത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഏത് രീതിയിലാണോ ഒരു കരിയറിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും മാറി ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്നും ഒന്ന് മാറ്റി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി നോക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു ട്രൈ ചെയ്യാം ഒന്നാണ് കാണിക്കുന്നത് കേട്ടോ. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം തകർന്നു, ഇനി എനിക്കൊരു ലൈഫ്, ഒരു കരിയർ ഗ്രോത്ത് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കാതെ നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞപ്പോഴേ സക്സസിന്റെ കാർഡാ വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പൂരുട്ടാതി, ജൂലൈ, മാർച്ച്, ഭരണി, ഫെബ്രുവരി, ലെറ്റർ ടി, 1990, ലെറ്റർ സി, നവംബർ, മകം, 2000, 1993. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.